ഒരു മരുന്ന് കൊടുക്കാനുണ്ട്. മരുന്നുകളെല്ലാം നേരം തെറ്റാതെ കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ അമ്മേ, നമുക്ക് സുമിതയുടെ കാര്യങ്ങൾ നോക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാന്ന്. വേണ്ട മോനെ, അതൊന്നും ശരിയാവില്ല. എന്തൊക്കെ പറഞ്ഞാലും കാശ് കൊടുത്ത് നിർത്തുന്നവര് നോക്കുന്നത് അത്രയ്ക്കത്രേ ഉണ്ടാവൂ. അത് ഞാൻ എന്റെ മോളെ നോക്കുന്നത് പോലെ വരുവോ? എന്നാ പിന്നെ ഇന്നലെ സുമിതയുടെ അച്ഛനും അമ്മയും വന്നപ്പോ പറഞ്ഞതുപോലെ ഇന്ദിരാമ്മ സ്വന്തം മകളെക്കാൾ ഒട്ടും കുറവായിട്ടല്ല ഞാൻ ഇവളെ നോക്കുന്നത്. അത് നിനക്ക് അറിഞ്ഞൂടെ ഗിരി? എനിക്കറിയാമേ, ഇങ്ങനൊരു ക്രൈസിസിൽ അമ്മയും സനുവും നവ്യയൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പിടിച്ചിരിക്കുന്നത്. ശരി, നീ വന്നല്ലേ ഉള്ളൂ, പോയി ഒന്ന് ഫ്രഷ് ആവും. ഞാൻ ദാമോദരനോട് ചായ എടുക്കാൻ പറയാം. തനിക്കൊരു കാര്യം അറിയോ? തന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ? ഓഫീസ് വിട്ട് വരുമ്പോ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാനും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനും ഇയാൾ ഇവിടെ പഴയതുപോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനിപ്പോ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് അച്ഛമ്മ പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എത്ര ആഴമുള്ളതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തന്റെ പ്രസൻസ് ഇല്ലാതായപ്പോഴാ ശരിക്കും അതിന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ നല്ലതുപോലെ തിരിച്ചറിയുന്നു സുമി. സുമി തിരിച്ചു വരണം നമ്മുടെ പഴയ ജീവിതത്തിലേക്ക്. അച്ഛമ്മ എന്തുണ്ടെങ്കിലും ദാമോദരേട്ടനോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല തക്കടോ. കുറച്ചു നേരം നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. നീയും അച്ഛമ്മയെ പോലെ സങ്കടപ്പെട്ട് കഴിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പലപ്പോഴും വല്ലാതെ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴും ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരാത്തെ. അച്ഛമ്മ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും ഇല്ലേ ഇവിടെ? പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരില്ലെങ്കിൽ ഏതൊരാൾക്കൂട്ടത്തിനിടയിലും മനുഷ്യൻ തനിച്ച് തന്നെ ആയിരിക്കും. ഞങ്ങൾ ആരും അച്ഛമ്മയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലെന്നാണോ? ഹേയ്, അങ്ങനെയൊന്നും അർത്ഥം കാണണ്ട. ഇവിടെ എല്ലാവർക്കും തിരക്കല്ലടാ മോനെ. അനുരാധക്കും നവ്യക്കും അവരുടെ കാര്യങ്ങൾ. സനു പിന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി. നിതീഷ് ആണെങ്കിൽ ഓഫീസ് കാര്യം എന്ന് പറഞ്ഞ് അമേരിക്കയിലേക്കും പോയി. കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛമ്മ, അതുകൊണ്ടല്ലേ ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. 2-3 ആഴ്ച കഴിയുമ്പോ അവനിങ്ങെത്തില്ലേ? അതെ അതെ, അല്ലെങ്കിലും അവൻ എന്നോട് മിണ്ടാനും പറയാനും എപ്പോഴാ നേരം ഉണ്ടായിരുന്നത്? സത്യം പറഞ്ഞ ഈ വീട്ടിൽ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് സുമിതമോളായിരുന്നു. അവൾ എങ്ങനെയെങ്കിലും പഴയ ജീവിതത്തിലോട്ടൊന്നും മടങ്ങി വരണമെന്ന് അവൾ അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ചിലപ്പോ ഞാനായിരിക്കും. അതെനിക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ നന്മയും കൂടി ഓർത്തിട്ടാ. മരുന്നുകളുടെയും ചികിത്സയുടെയും കാര്യത്തിൽ യാതൊരു കുറവും വരാതെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ അച്ഛമ്മേ. അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു കുറവും നമ്മൾ വരുത്തുന്നില്ല. പക്ഷെ ആ പ്രാർത്ഥനകളൊന്നും ദൈവങ്ങൾ കേൾക്കുന്നില്ലല്ലോ, അതാ കഷ്ടം. കേൾക്കും. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവങ്ങൾ അത് കേൾക്കും മോനെ. ഈ കുടുംബത്തിനൊരാപത്ത് വന്നാൽ അതിൽ നിന്നും നമ്മളെ കാക്കേണ്ടവർ നമ്മുടെ പരദേവതകളാ.
ഒരു ദിവസം മുഴുവൻ ജലപാനം വെടിഞ്ഞ് അവർ കുടിയിരിക്കുന്ന ക്ഷേത്രത്തിൽ ചെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർ കൈ വെടിയില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി വ്രതം എടുത്ത് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ഛമ്മേ, ആ അല്ലെങ്കിലേ ആരോഗ്യമില്ലാത്ത ആളാ. ഇനി ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്ന് അമ്പലത്തിലും കൂടെ പോവാനോ? അല്ലാതെ പിന്നെ ആരാത് ചെയ്യാൻ പോകുന്നത്? നീയോ? എന്റെ ആരോഗ്യത്തെക്കാൾ എനിക്കിപ്പോ പ്രധാനം സുമിതയുടെ ജീവിതമാ. അവൾ ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റേ പറ്റൂ തക്കുടുവോ. അതിനിതല്ലാതെ വേറെ ഒരു മാർഗം ഞാൻ കാണുന്നില്ല. അത് ചെയ്യേണ്ടത് അച്ഛമ്മയല്ല, ഞാനാ. അന്ന് അവളും ഞാനും കൂടി പോയ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ അല്ലെങ്കിലേ തീരുമാനിച്ചതാ. ഇപ്പൊ അച്ഛമ്മയും കൂടെ അത് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു നിമിത്തം പോലെ എനിക്ക് തോന്നുക. ഞാൻ തന്നെ അത് ചെയ്തോളാം അച്ഛമ്മേ. അച്ഛമ്മ പറഞ്ഞതുപോലെ വ്രതം എടുത്തു പോയി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എങ്കിൽ എന്റെ പ്രാർത്ഥനയേക്കാൾ വില ഈശ്വരൻ എന്റെ തക്കുടുവിന്റെ പ്രാർത്ഥനയ്ക്ക് നൽകും. ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകും. അച്ഛമ്മക്ക് ഉറപ്പാ. അമ്മേ ദേവി, ഇന്നുവരെ ഈ നടക്കിൽ വന്ന് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടാതെ തന്നെ എന്നും മാരിക്കോരി തന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് നിസ്സഹായനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. വേറൊന്നും വേണ്ട എനിക്ക്. സുമിത അവളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഒരു ചിത്രശലഭം പോലെ സ്വതന്ത്രയായി പാറി നടന്ന അവൾ ഇങ്ങനെ 4 ചുമരുകൾക്കുള്ളിൽ ഒന്നും അറിയാതെയും കേൾക്കാതെയും മിണ്ടാതെയും കിടന്നു പോകരുത്. അത് മാത്രമാണ് എന്റെ പ്രാർത്ഥന. സുമിത മകേരം രക്തപുഷ്പാഞ്ജലി. ദേവി, എന്നും ത്രിസന്ധ്യക്ക് സീമന്തരേഖയില് സിന്ദൂരം തുടിക്കുക. മുടങ്ങാതെ 41 ദിവസം ഇതെല്ലാം ചെയ്താ ഒക്കെ ശരിയാവും. വിളിച്ചാ വിളിപ്പുറത്തുള്ള അമ്മയാ. വരണം സാറേ, വാ കൈ നോക്കി ഫലം പറയാം. വാ സാറേ. സുമിതയെ കുറിച്ച് ഇവരോട് ചോദിച്ചാലോ? കൈ നോക്കി ഫലം പറയാം. വാ സാറേ, വാ. സാക്ഷാൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും മര്യാദാ പുരുഷനായി ധർമ്മരാജ്യം ഭരിച്ച സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലെയാണ് സാറ്. ശ്രീരാമചന്ദ്രന്റെ കൂടെയുള്ളത് ആരാ? സാക്ഷാൽ സീതാദേവി. ദേ ഇരിക്കുന്നു. ശ്രീരാമചന്ദ്രനെ പോലെ വിളങ്ങുന്ന മുഖമുള്ള ആളാണ്. രാജയോഗവാ. എവിടെയോ കണ്ട പോലെ. കഴിഞ്ഞ മാസം ഞാനും വൈഫും കൂടി വന്നപ്പോ കണ്ടിരുന്നു. അത് തന്നെ. രണ്ടാമതും തമ്മിൽ കാണണമെങ്കിൽ അതിനെന്തോ പ്രത്യേക നിയോഗമുണ്ട്, ഉറപ്പ്. അല്ല, എവിടെ മഹാലക്ഷ്മി? എവിടെ? മഹാലക്ഷ്മിയോ? ആ, സാറിന്റെ വീടിന്റെ ഐശ്വര്യമായ സാറിന്റെ ഭാര്യ. എന്തു പറ്റി സാറേ? നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, അവളൊരു അപകടം പറ്റി വീട്ടിലാ. പഴനിയാണ്ടവാ വേലായുധാ, ആ കുഞ്ഞിനെ കാത്തോളണേ. സാർ ഒരു 101 രൂപ ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്ക്. നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. സാറിരിക്കണം. എന്നിട്ട് ആ തൃക്കൈ ഒന്ന് നീട്ടണം. അയ്യോ സാറേ, വലത് കൈയല്ല, ഇടത് കൈ. അത് നോക്കിയാലാണ് കളത്രഫലം പറയാൻ കഴിയുക. എന്ത് ഫലം? കളത്രഫലം. കളത്രം എന്ന് വെച്ചാ ഭാര്യ. എനിക്ക് വേറൊന്നും അറിയണ്ട. അവൾ ഈ അപകടത്തിൽ നിന്ന് കര കയറുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ സാറേ. എന്ത് പ്രശ്നം? നോക്ക്, ആയുർരേഖയിലെ ഈ മുറിവ് ശ്രദ്ധിച്ചോ? അതാണ് ഇപ്പൊ സംഭവിച്ച ഈ അപകടം.
കതിർ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിയ താലി, ആ പവിത്രമായ താലി ഇപ്പൊ അവളുടെ കഴുത്തിലില്ലല്ലേ? ഇതാ പേഷ്യന്റിന്റെ ഓർണമെന്റ്സ്. ശരിയാണ്, അത് ആശുപത്രിയിൽ വെച്ച് ഊരി മാറ്റിയിരുന്നു. ആ താലിമാല എത്രയും പെട്ടെന്ന് അവളുടെ കഴുത്തിൽ അണിയിക്കണം. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തണം. അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ദശാസന്ധി അങ്ങ് മാറിക്കിട്ടും. പിന്നെ വിഷ്ണുവും ലക്ഷ്മിയും പോലെ, ശിവനും പാർവതിയും പോലെ നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കും. നിങ്ങൾക്ക് തങ്കക്കുടം പോലൊരു പെൺകുട്ടി ജനിക്കും. പക്ഷേ അതിനുള്ള ചില കർമ്മങ്ങൾ ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കണം. അന്നദാനം മഹാദാനം എന്നല്ലേ? വിശന്നിരിക്കുന്നവർക്ക് അന്നം കൊടുക്കുന്നിടത്തോളം പുണ്യം വേറെ കിട്ടാനില്ല. അതിന്റെ ഗുണം നിങ്ങളുടെ കുടുംബത്തിലെ മഹാലക്ഷ്മിക്ക് ഉറപ്പായും ഉണ്ടാവും. സാറൊന്നുകൊണ്ട് പേടിക്കണ്ട, അമ്മ നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കും. അല്ല, നീ തൊഴുതിറങ്ങിയോ? ആ, തിരക്കുണ്ടായിരുന്നോ? നന്നായി തൊഴാൻ പറ്റുമോ? രാവിലെ വന്നുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല, ഭംഗിയായി തന്നെ തൊഴുതു. എടാ, പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. എന്താ? കഴിഞ്ഞ തവണ സുമിതയും ഞാനും കൂടെ ഇവിടെ ആദ്യമായി വന്നപ്പോഴേ ഞങ്ങൾ കണ്ട ഒരു കൈനോട്ടക്കാരി ഉണ്ടായിരുന്നു. അവരെ ഇന്ന് വീണ്ടും കണ്ടു. ആ, അവരെന്തു പറഞ്ഞു? എടാ, അതാണ് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. ഏറെക്കുറെ ഇന്നലെ രാത്രി നീയും സ്നേഹയും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരും ഇന്ന് പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ വിളിച്ചത്. എന്താ കാര്യം? അവരെന്താ പറഞ്ഞെന്ന് പറ. അല്ല, വേറൊന്നുമല്ല. സുമിത ഇപ്പൊ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഒരു ഭാര്യ എന്ന സ്ഥാനമാണെന്ന്. ഈ കിടക്കുന്ന കിടപ്പിലും അവൾക്കൊരു പരിഗണന നമ്മൾ നൽകേണ്ടതാണത്രേ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാവുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നീങ്ങുന്നതേ ഒരേ ദിശയിലേക്കാ. ഒരുപാട് മാറ്റം വരേണ്ടതേ കുടുംബജീവിതത്തിനെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാടുകളിലാണ് ഗിരി. എന്തായാലും കൈനോട്ടക്കാര് പറയുന്നൊക്കെ നീ മുഖവിലേക്ക് എടുക്കാൻ തുടങ്ങിയല്ലോ. കൊള്ളാം, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എടാ, ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മളെ നിസ്സഹായരാക്കി കഴിയുമ്പോൾ നമ്മളൊരു പരിഹാരം തേടി പല വഴിക്കും പായില്ലേ. ആ, പിന്നെ അവര് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എടാ, എന്താണെങ്കിലും പറഞ്ഞോ. എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തുന്നത് പോലെ തന്നെ ഒരു അന്നദാനം നടത്തണമെന്നും അവരെന്നോട് പറഞ്ഞു. അതിനെന്താ? അതിന്റെ ഏർപ്പാടുകൾ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ സുമിതയിൽ എന്തായാലും നല്ലൊരു മാറ്റം കാണാൻ കഴിയും. ഉറപ്പാ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദൂരേന്ന് കാണുമ്പോ ഇത്ര ഭംഗിയാണെങ്കിൽ അടുത്ത് എന്ത് രസമായിരിക്കും. ഇറങ്ങുന്നില്ലേ? മതി, പോവാം. ഇതിനു മാത്രം എന്തിരിക്കുന്നു ഇവിടെ കാണാൻ? ഇനി ഒരുപക്ഷെ ആകാശ സ്നേഹയും അച്ചമ്മയും ആ കൈനോട്ടക്കാരിയും ഒക്കെ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നാൽ അത് സുമിതയെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുമോ? അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കുന്നത്
അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി പോവില്ലേ? ഛേ, എങ്ങനെയും സുമിത പഴയ ലൈഫിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. അതിനു വേണ്ടത് താൻ സ്നേഹിക്കപ്പെടുന്നു എന്നൊരു തോന്നലാണെങ്കിൽ ആ തോന്നൽ അവളുടെ മനസ്സിലുണ്ടാക്കിയേ പറ്റൂ. പ്രാർത്ഥനയേക്കാൾ വില ഈശ്വരൻ എന്റെ തക്കുടൂന്റെ പ്രാർത്ഥനയ്ക്ക് നൽകും. ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകും. അച്ചമ്മക്ക് ഉറപ്പാണ്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ സുമിതയുടെ കാര്യത്തില് കുറച്ച് ശ്രദ്ധിക്കണം. വേണ്ടപ്പെട്ടവരുടെ സാമീപ്യം പ്രാർത്ഥനയും ചെയ്യാൻ പോകുന്ന ഗുണം മറ്റൊന്നിനും ചെയ്യാൻ കഴിയില്ല ഗിരി. വിവാഹം കഴിഞ്ഞ് ഇത്രയും കാലം സുമിത എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അതിന് പ്രത്യുപകാരമായിട്ടെങ്കിലും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കണം. ഈ സന്ദർഭത്തിൽ സുമിതയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. സുമിത, സുമിത, കൈപ്പിടിയിലുണ്ടായിരുന്ന പലതും കൈവിട്ടു പോകുമ്പോഴാണ് അതിന്റെ വില എന്തായിരുന്നുവെന്നും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ സ്ഥാനം എന്തായിരുന്നെന്നും നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് തിരിച്ചറിവുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. എത്ര ആത്മാർത്ഥമായാണ് നീ എന്നെ സ്നേഹിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്. നീ എന്നോട് കാണിച്ച കുറുമ്പും തമാശയൊക്കെ ഞാനിപ്പോ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സുമി. നീ പഴയ സുമിതയായിട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരണം. നമുക്ക് രണ്ടുപേർക്കും ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ഒരുമിച്ച്. നീ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, പഴയ സുമിതയാവാൻ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുകയാണ് അച്ഛമ്മയും ഞാനും. പക്ഷേ എന്തിനും ഏതിനും താൻ പാതി ദൈവം പാതി എന്നല്ലേ? പഴയ ജീവിതം തിരിച്ചു പിടിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് നീ തന്നെയാണ് സുമിത. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പൊ നിന്റെ ചുണ്ടുകൾ ചെറുതായിട്ട് നനങ്ങി. ഇതുപോലെ ശരീരം മുഴുവൻ അനക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നീ താമസിയാതെ വരും. എനിക്ക് ഉറപ്പുണ്ട് സുമി. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിന്റെ കൂടെ ഉണ്ടാവും. ആ താലിമാല എത്രയും പെട്ടെന്ന് അവളുടെ കഴുത്തിൽ അണിയിക്കണം. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തണം.
വലിയ ഇഷ്ടവും താല്പര്യമൊന്നും ഇല്ലാതെയാ ഈ താലിമാല നിന്റെ കഴുത്തിൽ കെട്ടിയത്. സനുവിനു വേണ്ടി ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ച മാത്രമായിരുന്നു അന്ന് എനിക്കത്. നിന്നോടൊന്നല്ല, ഒരു പെൺകുട്ടിയോടും ആരും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണത്. ഒരിക്കൽ കൂടി ആ നിമിഷങ്ങൾ വീണ്ടും ജീവിക്കാനായെങ്കിൽ ആ തെറ്റ് ഞാൻ തിരുത്തിയനെ. ഇല്ല സുമിത, ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. 100% മനസ്സിൽ തൊട്ട് പറയാ, നിറഞ്ഞ മനസ്സോടെ, ഇഷ്ടത്തോടെ. ഇനി ഒരു നിമിഷം പോലും ഞാൻ കാത്തിരിക്കുന്നില്ല. നമ്മൾ രണ്ടുപേരും മാത്രം സാക്ഷിയായി ഞാൻ ഈ താലി വീണ്ടും നിന്റെ കഴുത്തിൽ അണിയിക്കാൻ പോവുക. വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ നീ പഴയ സുമിതയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഒന്നേ പറ്റൂ. സുമിത, സുമിത, സുമി, സുമി, ഇപ്പൊ നീ ചെയ്ത പോലെ ഒന്നുകൂടെ ചെയ്യാൻ. സുമി, കമോൺ സുമിത, ഇപ്പൊ എന്നെ നീ പിടിച്ചതുപോലെ ഒന്നുകൂടെ പിടിക്ക് സുമിത, പിടിക്ക്. വൺസ് മോർ പ്ലീസ്. സുമി, കൈ ഒന്നുകൂടെ അനക്കാൻ ശ്രമിച്ചേ സുമിത. സുമി, പ്ലീസ് പ്ലീസ് സുമി, ഇപ്പൊ എന്റെ കയ്യിൽ പിടിച്ചതുപോലെ ഒന്നുകൂടെ ശ്രമിക്ക് പ്ലീസ്. ഗിരി, അമ്മേ, സുമിയുടെ കൈ അനങ്ങി അമ്മേ. ഇപ്പൊ അവളുടെ കൈ ഇതാ ഇങ്ങനെ പിടിച്ചു. എനിക്ക് ആദ്യം വിശ്വസിക്കാനായില്ല, പക്ഷേ സത്യമാണമ്മേ, അവളുടെ കൈ അനങ്ങി. ഈ കൈയാണമ്മേ അനങ്ങിയത്. ഈ കൈ കൊണ്ട് അവൾ എന്നെ ഇങ്ങനെ പിടിച്ച്. സുമി, നേരാണോ ഇവനീ പറയുന്നത്? എന്റെ പൊന്നു മോളെ കൈ അനക്കിയോ? നീ അതുപോലെ അമ്മയും കൂടി ഒന്ന് പിടിച്ചേ, അമ്മ കൂടെ ഒന്ന് കണ്ടോട്ടെ. പക്ഷെ അമ്മേ, അവള് നേരത്തെ ഒരു പ്രാവശ്യം എന്റെ കയ്യില്, അല്ലേ സുമി, നീ നേരത്തെ എന്റെ കയ്യിൽ അമർത്തി പിടിച്ചതല്ലേ? അതുപോലെ ഒരിക്കൽ കൂടി ഒന്ന് ചെയ്യേ. നിനക്കിത് തോന്നിയതായിരിക്കും ഗിരി. അല്ലമ്മേ, സത്യമായിട്ടും അവള് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാനുള്ള ആഗ്രഹം കൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നോക്ക്, അവക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു അവയവങ്ങൾക്കും ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതിനൊക്കെ അതിൻ്റെതായ സമയം എടുക്കില്ലേ മോനെ? ദേ, രാത്രിയിൽ കൊടുക്കാനുള്ള മരുന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടാറും മുമ്പ് ആ സോപ്പും കൂടി അവൾക്കെടുത്ത് കൊടുക്ക്.
ഇനി ചിലപ്പോ ഇവൻ പറഞ്ഞതങ്ങനെ ശരിയായിരിക്കോ ദൈവമേ? ഇവന്റെ ഈ സ്നേഹവും പരിചരണവും ഒക്കെ കൊണ്ട് അവൾക്ക് അങ്ങനെ വല്ല മാറ്റവും വന്നാൽ? കുടിച്ചേ. ദാമോട്ടാ, ദാ അമ്മ വന്നു. അമ്മയ്ക്കും കൂടെ എടുത്തോട്ടോ. എനിക്കിപ്പോ വേണ്ട. ദാമോട്ടം പോയിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി. എന്താ അമ്മേ പ്രശ്നം? സുമിതയുടെ കാര്യത്തിലേ ചെറിയൊരു പുരോഗതിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുരോഗതിയോ? എന്ത്? അവള് കയ്യനക്കെന്നോ കാലനക്കെന്നോ ഒക്കെ പറയുന്നുണ്ട് ഗിരി. സത്യാണോ? ആർക്കറിയാം. ഞാൻ പിടിച്ചും വലിച്ചും നോക്കിയിട്ടൊന്നും ഒരനക്കവും കണ്ടില്ല. എന്നാ പിന്നെ പോട്ടെ. അത് ഗിരിയേട്ടന്റെ സ്നേഹ കൂടുതലുകൊണ്ട് തോന്നിയതാവും. അതെ, നീ പറഞ്ഞതാ പ്രശ്നം. സ്നേഹ കൂടുതൽ. അതാ നമ്മൾ പേടിക്കേണ്ടത്. എന്തു വിചാരിച്ചാണോ നമ്മൾ അവരുടെ കല്യാണം നടത്തിയത്, അവിടെ നിന്നൊക്കെ അവർക്കിടയിലെ ബന്ധം ഒരുപാട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു. അവനിപ്പോ അവളോട് വലിയ അടുപ്പോ അറ്റാച്ച്മെന്റും ഒക്കെയാ. അങ്ങനൊന്നും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ വെറുതെ എഴുതാപ്പുറം വായിച്ച് ടെൻഷൻ അടിക്കണ്ട. ഗിരിയേട്ടൻ ഇപ്പൊ കാണിക്കുന്നത് സുമിതയെടുത്ത് വയ്യാതെ കിടക്കുന്നോണ്ടുള്ള ഒരു സഹതാപം മാത്ര. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിലേ അവളുടെ കഴുത്തിൽ അവൻ വീണ്ടും ആ താലിമാല ഇട്ടുകൊടുക്കില്ലായിരുന്നല്ലോ. തീർന്നില്ല. സീമന്തരേഖയിൽ സിന്ദൂരവും. ശരിക്കും വിശ്വാസമായില്ലെങ്കിലേ കേറി ചെന്ന് സ്വയം കണ്ട് ബോധ്യപ്പെട്ടോ. ഞാനൊരു കാര്യം പറയാം, അത് നീ വേണമെങ്കിൽ എഴുതി വെച്ചോ. ഈ കിടന്ന കിടപ്പീന്ന് സുമിത എഴുന്നേപ്പിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എന്തിനെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അത് ഗിരി കാണിക്കുന്ന സ്നേഹത്തിനും അവന്റെ സാമീപ്യത്തിനും മാത്രമായിരിക്കും. അതവനിപ്പോ അവൾക്ക് വാരിക്കോരി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഡോക്ടറും നല്ല എഫിഷ്യന്റാ. അയാള് കൊടുക്കുന്ന മരുന്നൊക്കെ ഗുണം ചെയ്യുന്നുണ്ടാവും. എന്തിന്റെ പേരിലായാലും അവളുടെ അസുഖം എങ്ങാനും ഭേദമായാൽ അതോടെ അവര് രണ്ടുപേരും ഒരു പുതിയ ജീവിതം തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നത്.